ഹലോ, സാവുമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുതിയ ബ്രേക്കിംഗ് അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ സ്പെഷ്യലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിൻ്റെ സൈറ്റിൽ ഇന്ന് കുറച്ച് മുമ്പ് വന്ന ഒരു അപ്ഡേറ്റിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നഴ്സസ് ഇവിടെ വന്ന് ചെയ്യേണ്ട ഒരു ക്യാപ് കോഴ്സിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷനാണ്. അതെല്ലാവരും കാണണം. ഒരു ബിഗ് അപ്ഡേറ്റ് ആണ്. അപ്പം സംസാരിക്കുന്നത് രാജേഷ് സർ തന്നെയാണ് സൂം മീറ്റിങ്ങിലൂടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Good evening, Joseph and Ronia. So nice to see you as always. പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ സെക്ഷനുമായിട്ട് നമ്മൾ വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഈ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാറുള്ളതല്ല. ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറിന്റെ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇന്ന് വലിയൊരു അപ്ഡേറ്റ് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലൻഡിന്റെ സൈറ്റിൽ വന്നിട്ടുണ്ട്. ബ്രേക്ക് ത്രൂ ആകാവുന്ന ഒരു അപ്ഡേറ്റ്. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യണം തോന്നി. ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടിയിലായിരുന്നു. ഒരാള് നൈറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങുമായിരുന്നു, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. പെട്ടെന്ന് വന്നിട്ട് ഞങ്ങളൊന്ന് വായിച്ചു നോക്കി അപ്ഡേറ്റ് എന്താണെന്ന്. പക്ഷെ ഒരു ക്ലാരിഫിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞങ്ങളെ കാണുന്ന ആൾക്കാർക്കും ആവശ്യമുണ്ട്. അപ്പൊ ഡീറ്റെയിൽസ് അതെ സാർ വഴി അറിയണമെന്ന് ഒരു താല്പര്യം. ഇനി നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. അപ്പൊ എനിവേ നമുക്ക് അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇന്ന് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് പറയാം. Now, Joseph and Ronia, before ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് the most important thing is like എനിക്കും ഇത് കംപ്ലീറ്റ്ലി ഫ്രഷ് ആണ്. ഒരു 3-4 hours ആയി കാണത്തുള്ളായിരിക്കും ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. എനിക്ക് വായിക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ മറ്റേ ലീഗൽ വർക്ക് ആയിരുന്നു. ഞാൻ വന്നിരുന്നിട്ട് സ്പെൻഡിങ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1.5 hours ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ നോക്കി കുറച്ച് റിസർച്ച് ചെയ്തു. അത് കാരണം ഇന്ന് നമ്മുടെ വീഡിയോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ വിൽ ട്രൈ ടു കവർ ആസ് മച്ച് ആസ് വി ക്യാൻ. അതിനകത്ത് ഇതെല്ലാം ജസ്റ്റ് ബേസ്ഡ് ഓൺ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ബേസ് ചെയ്താണ്. അതിനെ ബേസ് ചെയ്ത് ക്വിക്ക് ആയിട്ടുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട് റിസർച്ചും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഡൗട്ട് ഉണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് സബ്സിക്വന്റ് ആയിട്ട് നമുക്ക് ഒരു അപ്ഡേറ്റ്സ് ഇടാം. കാരണം പല ഡൗട്ട്സ് ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് അവരുടെ ഡൗട്ട്സ് ശരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആൾക്കാർക്ക് എന്തോരം ഡൗട്ട്സ് അതിനെ പറ്റി ഉണ്ടെന്ന്. നമുക്കൊരു വീഡിയോ ആയിട്ട് നമുക്കൊരു പാർട്ട് 2 ആയിട്ട് ചെയ്യാം. അതെ, കണ്ടന്റിലേക്ക് പോവാം. അപ്പോ ഇന്നത്തെ അപ്ഡേറ്റ് എന്താണെന്ന് സാർ ഒന്ന് പറയാമോ? റൈറ്റ്, ഓക്കെ. ഇന്നത്തെ അപ്ഡേറ്റ് ബേസിക്കലായിട്ട് അന്ന് ഇവര് പറഞ്ഞില്ലായിരുന്നു, ദേർ ഈസ് ഓൾറെഡി ബീങ് ഒരു പബ്ലിക് സബ്മിഷൻ നടത്തിയായിരുന്നു. ഇനി എങ്ങനെ ഈ ക്യാപ്പ് വേണോ വേണ്ടിയോ, ഹൗ ക്യാൻ വി ക്യാപ്പ് വേണമെങ്കിൽ ഹൗ ക്യാൻ വി ഗോ ടു റീചേഞ്ച് ഇറ്റ്, എങ്ങനെ ചേഞ്ച് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺസൾട്ടേഷൻ നടന്ന് അത് July 31st ആയിരുന്നു അതിന്റെ ലാസ്റ്റ് തീർന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അതിനകത്ത് നിന്ന് വന്ന റിസൾട്ട്സിൽ അതിനകത്ത് വന്ന ഒരു എന്താ പറയുന്ന ഒരു ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ടാണ് ഇവര് ഈ ഇംഗ്ലീഷിന്റെ റൈറ്റിങ്ങിന്റെ ഇത് കുറച്ചത്. IELTS 7 6.5 OET 350 300 കുറച്ചത് അതിനെ ബേസ് ചെയ്തായിരുന്നു. ഓക്കെ, ദാറ്റ്സ് number 1. Number 2, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ദി മേജർ തിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപ്പ് എന്നാകാൻ പോവാണ്. ആർ വി ഗോയിങ് ടു ഹാവ് എ ക്യാപ്പ് ഗോയിങ് ഫോർവേഡ്? അങ്ങനെ ഇഫ് വി ആർ ഗോയിങ് ടു ഹാവ് എ ക്യാപ്പ്, ഇസ് ഇറ്റ് ഗോയിങ് ടു ബി ദ സെയിം വേ നമ്മൾ ഇപ്പോൾ ഉള്ള പോലെ തന്നെയുള്ള ക്യാപ്പ് ആണോ, ഓർ ഇസ് ഗോയിങ് ടു ബി ഡിഫറെന്റ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ്? അതാണ് ഇന്നത്തെ ചേഞ്ച് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ലൈക്ക് ഐ എം ക്വൈറ്റ് സർപ്രൈസ്ഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് July 31st ആണ് അത് ക്ലോസ് ചെയ്തത്, പബ്ലിക് സർവേ ക്ലോസ് ചെയ്തത്. ഇത്രയും പെട്ടെന്ന് ഒരു റിസൾട്ട് അവർ തന്നല്ലോ. I'm very surprised. Plus, it shows that how desperate they are looking for a change. ഇന്നത്തെ ചേഞ്ച് ബേസിക്കലി ക്യാപ്പിനെ പറ്റിയാണ്. how cap is going to be into the future എന്നുള്ളതാണ്. ഞാൻ ചുമ്മാ വളന്ന് പറയുന്ന കാട്ടിലും ഇറ്റ്സ് ബി ബെറ്റർ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക സ്പെസിഫിക് ആയിട്ട്. ബിക്കോസ് നിങ്ങൾക്ക് അറിയാം വാട്ട് സ്പെസിഫിക്കലി ആസ് എ നഴ്സ് വാട്ട് യു വാണ്ട് എന്നുള്ളത്. ഐ എം എ ലോയർ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഞാൻ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാം. ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാപ്പ് നിർത്തലാക്കാൻ പോവുകയാണോ എന്നുള്ളതാണ്. അപ്ഡേറ്റ് പ്രകാരം അത് വല്ലതും ആണോ പുതിയ അപ്ഡേറ്റ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ ആസ് ഇറ്റ് ഈസ് ഇവർ പറയുന്നത് ദീസ് ചേഞ്ചസ് ഇസ് ഗോയിങ് ടു കം ഇൻ early 2024 വരാൻ പോകുന്നത്. ഇപ്പൊ ഇറ്റ്സ് ഗോയിങ് ടു ബി ബിസിനസ് ആസ് യൂഷ്വൽ. ഓൾറെഡി ക്യാപ്പ് ഓഫ് ലെറ്റർ കിട്ടിയ ഒരു ക്യാപ്പ് ചെയ്യാം,
CGFNS പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂ ഓൺ, ദേ ഗോ ടു ഗെറ്റ് ദ ക്യാപ്. ഇനി പുതിയതായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ദേ ഗോ ഓൺ ടു ദ ക്യാപ്. അതെല്ലാം ഗോസ് ഓൺ ആസ് നോർമൽ അൺടിൽ ഒരു ഏർലി 2024. ഈ ഏർലി 2024 നമുക്ക് ഡേറ്റ് ഇല്ല, കട്ട് ഓഫ് ഡേറ്റ് നമുക്കില്ല. അതിനു മുമ്പ് വരയ്ക്കും ആരൊക്കെ ഈ CGFNS അല്ലെങ്കിൽ നഴ്സിംഗ് കൗൺസിൽ പ്രോസസ് തുടങ്ങുന്നവർ പ്രോബബ്ലി ഗെയിൻ നോ ക്ലാരിറ്റി. ഞാൻ എൻ്റെ ഒരു ജനറൽ ലീഗൽ നോളജ് വെച്ച് ഞാൻ പറയാണ്, പ്രോബബ്ലി ഒരു കട്ട് ഓഫ് ഡേറ്റ് അവർ തരും. ഈ ഡേറ്റിന് മുമ്പേ CGFNSO അല്ലെങ്കിൽ മറ്റേ നഴ്സിംഗ് കൗൺസിൽ പ്രോസസ് തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും പഴയ സ്കീം ക്യാപ്പിലായിരിക്കും. ഇത് തൊട്ട് ഫ്രം ഗോയിങ് ഫോർവേഡ് ഈ പുതിയ സ്കീം ആയിരിക്കും എന്ന് പറയും. സോ ആ ഒരു ഡേറ്റ് വരുന്നതായിരിക്കും ഇറ്റ്സ് ബിസിനസ് ആസ് യൂഷ്വൽ. ഓക്കെ. അപ്പം ഈ ക്യാപ്പിന്റെ സ്ഥാനത്ത് അവരെന്താണ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് ഒരു എഡ്യൂക്കേഷൻ മോഡലാണ്? ഇപ്പൊ ക്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് തിയറി കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിന് പകരമായിട്ട് അവരെന്താണ് പുതിയതായിട്ടുള്ള ന്യൂ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? റൈറ്റ്. നൗ ഇത് ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് എനിക്കിപ്പോ സോ ഫ്രഷ്, അതാണ് ഐ ഹാവ് ടു റീഡ് ഔട്ട് ഫ്രം എ പീസ് ഓഫ് പേപ്പർ കേട്ടോ. അപ്പൊ ഇത് ഞാൻ എൻ്റെ നോട്ട്സ് ആണ്. ഞാൻ നോർമലി ഇത് ചെയ്യാറില്ല, പക്ഷെ ഇപ്പൊ ഇന്ന് ചെയ്തേ പറ്റൂ. ഇപ്പൊ ഇവര് പറയുന്നത് when does it begin? Beginning of 2024. ഒന്ന്. പിന്നെ അവർ പറയുന്നത് it is based on similar process to Australia, UK, etc. ഓസ്ട്രേലിയ UK പ്രോസസ് എനിക്ക് അറിഞ്ഞുകൂടാ. ഓസ്ട്രേലിയയില് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എൻക്ലക്സാറിനും ഒരു ഓസ്കീം ഒക്കെ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. UK ഓൾറെഡി നേരത്തെ ഓസ്കി ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഇതായിരിക്കും പുതിയ അപ്ഡേഷൻ അവർ ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് എനിക്ക് അറിഞ്ഞൂടാ, ബിക്കോസ് ഐ എം നോട്ട് എ നഴ്സ്, ഐ എം എ ലോയർ. എനിക്ക് ആ ഏരിയ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവര് അതുപോലെയാണെന്ന് അവർ പറയുന്നത്. അവർ പറയുന്നതാണ് ഐ എം ജസ്റ്റ് ലൈക്ക് ഐ എം ജസ്റ്റ് ഷെയറിംഗ് ഹിയർ. പിന്നെ അത് കഴിഞ്ഞ് പറയുന്നത് 3 സ്റ്റെപ്പ് പ്രോസസ് ആണെന്ന് പറയുന്നത്. ഒന്ന്, ഓൺലൈൻ എക്സാം. അതായത് ഓൺലൈൻ എക്സാം ഇസ് ഗോയിങ് ടു ടെസ്റ്റ് ദ നഴ്സസ് തിയറിറ്റിക്കൽ ആൻഡ് conceptual knowledge based on state final exams. So theory and conceptual എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേറ്റ് ഫൈനൽസ് എക്സാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നേഴ്സ് ഇവിടെ പഠിക്കുന്ന ഒരു നേഴ്സ് അവർ 3rd ഇയർ ഫൈനൽ ഇയർ എക്സാംസിന്റെ പേരാണ് സ്റ്റേറ്റ് ഫൈനൽ എക്സാംസ്. ആ എക്സാംസിനകത്ത് ഇവർക്ക് തിയറിയും കോൺസെപ്ഷ്യലും കാണും. കോൺസെപ്ഷ്യൽ ഇസ് ബേസിക്കലി ഒരു സെനാരിയോ തരും, എങ്ങനെ ചെയ്യും, അതാണ്. That is my understanding. Conceptual എന്ന് പറഞ്ഞ സാധനം ലൈക്ക് ദ സ്റ്റേറ്റ് ഫൈനൽ, ഇവിടുത്തെ സ്റ്റേറ്റ് ഫൈനൽ എക്സാം പോലെ ഒരു എക്സാം കാണും. ഒന്ന്, ഐ തിങ്ക് ഡെഫിനറ്റ്ലി ആ ഒരു എക്സാം ഇവരുടെ മൊത്തം ഞാൻ വായിച്ചു നോക്കിയാൽ ആ എക്സാം യു ക്യാൻ ആക്ച്വലി ഡു ഇറ്റ് ഓൺലൈൻ ഫ്രം ഓവർസീസ്. അതായത് ഓവർസീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ വരാതെ തന്നെ ആ ഓൺലൈൻ എക്സാം കംപ്ലീറ്റ് ആക്കാം എന്നാണ് ദാറ്റ് ഇസ് മൈ അണ്ടർസ്റ്റാൻഡിങ് കേട്ടോ. അതിനകത്ത് ക്ലാരിറ്റി ഇല്ല. മൈ അണ്ടർസ്റ്റാൻഡിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ദിസ് ഇസ് ഓൾ ഞാൻ പെട്ടെന്ന് വായിച്ച് ഉള്ള എൻ്റെ നോളജ്, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഐ മൈറ്റ് ബി റോങ് ഓർ ദർ മൈറ്റ് ബി സം തിങ്സ് വിച്ച് ഐ ഹാവ് ടു ചേഞ്ച്. ഇല്ല, എൻ്റെ ഒപ്പീനിയൻസ് ഐ മൈറ്റ് ഹാവ് ടു ചേഞ്ച്, ബട്ട് വായിച്ചാൽ കിട്ടിയ ഇൻഫർമേഷൻ ആണ് ഇത്. രണ്ടാമത്തത് സ്റ്റെപ്പ് 2 ഇസ് എഡ്യൂക്കേഷൻ മൊഡ്യൂൾ introducing nurses to key features and environmental for nursing in New Zealand. Treaty of Waitangi in New Zealand in nursing context, culture, safety, health and disability. See, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ന്യൂസിലൻഡ് കൾച്ചറും ന്യൂസിലൻഡ് the way things are done in New Zealand is quite different to all the other countries. നമുക്ക് ട്രീറ്റി ഓഫ് വൈറ്റാങ്കി ഉണ്ട്. ട്രീറ്റി ഓഫ് വൈറ്റാങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ let me not get into those details. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ന് അന്തോ ഇല്ല ഏകദേശം ഒരു നമ്മുടെ ഇവിടുത്തെ മാവോരി കൾച്ചറിനെ പറ്റി ട്രീറ്റി ഓഫ് വൈറ്റാങ്കി, കൾച്ചറൽ സേഫ്റ്റി, അതൊക്കെ അതായത് ഈ എഡ്യൂക്കേഷൻ മോഡലിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കൾച്ചർ എന്താണെന്ന് അവർ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതെ, യെസ്, എഡ്യൂക്കേഷൻ മോഡൽ അതൊക്കെ ആയിരിക്കും. അതായത് ന്യൂസിലൻഡ് വേ ഓഫ് ഇവിടുത്തെ പ്രാക്ടീസ് എങ്ങനെയാ, ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാ, ട്രീറ്റി ഓഫ് വൈറ്റാങ്കി ആൻഡ് ഓൾ ദോസ് തിങ്സ് ഇവിടെ പഠിപ്പിക്കാൻ പോവാണ്. പക്ഷെ ആരാ പഠിപ്പിക്കാൻ പോകുന്നത് പറഞ്ഞിട്ടില്ല. അവിടെ നമ്മൾ ഓൺലൈൻ തന്നെ ഇന്ന് പഠിക്കാൻ പറ്റുമോ, ഇന്ത്യയിൽ തന്നെ പഠിക്കാൻ പറ്റുമോ, അല്ല ഇവിടെ വന്ന് പഠിക്കണോ, അത് നമുക്ക് ക്ലാരിറ്റി ഇല്ല അതിനെ ബേസ് ചെയ്ത്. അതെ, ഓൺലൈൻ അത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓൺലൈൻ എക്സാംസ് വന്ന് ഓൺലൈൻ എക്സാം തന്നെയാണ് പറയുന്നത്. മറ്റേ സ്റ്റേറ്റ് ഫൈനൽസ് എന്നുവെച്ചാൽ ഇവിടുത്തെ സ്റ്റേറ്റ് ഫൈനൽ എക്സാംസ് ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. So let us assume, it's safe to assume that ഈ ഓൺലൈൻ എക്സാംസ് can be done from overseas. അതും അസംപ്ഷൻ ആണ്, ബട്ട് ഐ തിങ്ക് ഐ എം സേഫ് ടു അസ്യൂം ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡൺ ഓവർസീസ്. പിന്നെ തേർഡ് ഇസ് ഓസ്കി.
ഞാൻ ഈ ഓസ്കി എന്നെ ഫുൾ ഫോം എന്നെ നോർത്ത് കുറെ ഇന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. സോ ഓസ്കി മീൻസ് ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ്. ഇത് ഓൾറെഡി നമ്മുടെ ഓസ്കി ഇവിടെ ചില കോളേജുകൾ ഓൾറെഡി നേരത്തെ തൊട്ടേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ചില കോളേജിൽ മാത്രമേ ഓസ്കി ഇല്ലാത്തുള്ളൂ. സപ്പോസ് ഇപ്പം എന്റെ വൈഫ് പഠിച്ചത് ലോൺസൈഡിലാണ്, ഓൾറെഡി ഓസ്കി എക്സാമിനേഷൻ ഉണ്ടാകുന്നുള്ളത് ഒരു നമ്മുടെ ടോക്കിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അതായിരിക്കും അവർ നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും പല കോളേജുകളും ഇത് ഓസ്കി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെന്ന്. നത്തിങ് കംസ് ഔട്ട് ഓഫ് ദ ബ്ലൂ. മനസ്സിലായി? ഇതെല്ലാത്തിനും പുറകിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുറകിൽ. അപ്പൊ അതാണ് ഓസ്കി ഫൈനൽ. പക്ഷെ ഈ ഓസ്കി അവർ പർട്ടിക്കുലർ പറയുന്നുണ്ട് ദാറ്റ് ഹാസ് ടു ബി ടേക്കൺ ഇൻ ന്യൂസിലൻഡ്. ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട് ഇതിനകത്ത്. അതായത് ഓൺലൈൻ എക്സാമിനേഷൻ നാട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യുന്നു, ഇവിടെ വന്നതിന് ശേഷം ഓസ്കി എക്സാമിനേഷൻ ന്യൂസിലൻഡ് ചെയ്യണം. അത് വിത്തിൻ 1 ഡേയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഞാനത് ജസ്റ്റ് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതെ 1 ഡേ ആണ് എക്സാം, 1 ഡേ ആണെന്നുള്ളത്. പക്ഷെ അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് ഈ പ്രിപ്പറേറ്ററി ഫോർ ഓസ്കി എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് this is again my opinion, okay, again my opinion with my understanding, ഓസ്കിയുടെ പ്രിപ്പറേറ്ററി കോഴ്സസ് ആയിരിക്കും എഡ്യൂക്കേഷൻ മോഡ്യൂൾ. അതായത് പ്രീ ഓസ്കി ഓറിയന്റേഷൻ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ആയിരിക്കും അവർ കൊടുക്കുന്നത്. ആയിരിക്കും ഇതായിരിക്കും അതിന്റെ ഒരു 3 steps. ഓക്കെ, അപ്പൊ ഈ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ സാറേ? അതായത് നേരത്തെ വരുന്നതിന് മുമ്പ് CGFNS അവർ ചോദിക്കുന്ന ഒരു പ്രോസസ്സിങ്ങിന്റെ സമയത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 5 ഇയറിനുള്ളിൽ മിനിമം 2 വർഷം അല്ലെങ്കിൽ മിനിമം 1 ഇയർ 6 months എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ ഇപ്പൊ വന്നിരിക്കുന്ന എക്സ്പീരിയൻസിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ്, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഡെഫിനറ്റ് അതൊരു മേജർ, അത് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് എനിക്ക് സംശയമില്ല. അതിനകത്ത് ഒരേ ഇതുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് 12 months എക്സ്പീരിയൻസ് മതി. ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി റീസെന്റ്. സോ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് 12 months എക്സ്പീരിയൻസ് മതി. പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ഇപ്പൊ ഇൻഫാക്ട് ലൈക്ക് എനിക്ക് കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പ് ഒരു 2-3 weeks ബാക്ക് എന്നെ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു, ഞാൻ നഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട് 10 വർഷമായി. ആദ്യത്തെ 3 വർഷം ജോലി ചെയ്തു, പിന്നെ അത് ഞാൻ ജോലി ചെയ്തില്ല. 7 വർഷം ജോലി ഇല്ലാതിരിക്കുകയാണ്. എനിക്ക് രജിസ്ട്രേഷൻ ഇവിടെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോ, ഇല്ല, പറ്റില്ല. പറഞ്ഞു സാറേ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാൽ. ഞാൻ പറഞ്ഞു സോറി, ഇനി നമ്മൾ I don't want to proceed this conversation any further. You are not eligible. പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. Now I have to change my പറഞ്ഞ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു അപ്ഡേഷൻ ആണ്. But I don't want to change my and say I was just put off like straight away. പറഞ്ഞ കളർ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാൽ പറ്റുമോ എന്ന് പറഞ്ഞു. അത് എനിക്ക് anyway that's me. അത് എന്റെ ഒരു കുഴപ്പമാണ്. അത് വിട്. I cannot tolerate these type of things. But പുള്ളിക്കാരിക്ക് if she somehow അത് കേൾക്കുക ഈ വീഡിയോ കിട്ടുവാണെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ 2024 വരുന്നുണ്ട്. കറക്റ്റ്. അപ്പൊ സാർ ഇപ്പൊ പറയുന്നത് പോസ്റ്റ് രജിസ്ട്രേഷന് ശേഷം മിനിമം 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിലും അവർക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്നാണ് പുതിയ ഒരു പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതെ, എന്നുവെച്ചാൽ അവർ പറഞ്ഞിട്ടില്ലല്ലോ ഈ റീസെന്റ് എക്സ്പീരിയൻസ് അവർ പറയുന്നില്ല അവര്. അത് ഒന്നത്. രണ്ടാമത്തത് അവർ ആ മറ്റേ ഈ മിനിമം 2500 hours of working പറഞ്ഞ 2500 hours of working experience അതും അവരെടുത്ത് കളഞ്ഞു. CGFNSന്റെ പ്രോസസ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതെ. അതിനകത്ത് എനിക്ക് I'm just confused. ഇപ്പൊ 1 year എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് I'm just only doing like 2 hours every day ആണെങ്കിൽ whether they'll be eligible for registration എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഫുൾ ടൈം എന്ന് പറയുന്നില്ല അവള്. അറിയാം ഓൾമോസ്റ്റ് ഓവർസീസിലൊക്കെ എപ്പോഴും 48 hours ആണ്, അല്ലെങ്കിൽ മിനിമം ഒരു 32 hours എന്തായാലും ഉണ്ടാവും പെർ വീക്ക്. അതെ, ആ ഒരു അസംഷനിലായിരിക്കും അവർ പോയിരിക്കുന്നത്. പക്ഷെ അത് ഞാൻ എന്റെ ഒരു പേഴ്സണലായിട്ട് ഐ ഗെറ്റ് ക്ലാരിഫിക്കേഷൻ. ഇപ്പൊ എന്റെ അടുത്ത് ഒരു നേഴ്സ് വരുവാണ് ഫ്രം ഇന്ത്യ. പുള്ളിക്കാരത്തിൽ സർട്ടൻ സിറ്റുവേഷനിൽ ഷീസ് ഓൺലി വർക്ക്ഡ് ഫോർ 1 year. എവറി ഡേ ഷീസ് ഓൺലി വർക്ക് ഫോർ 3 hours. നിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കണം. ഐ വോണ്ട് ടു ഗെറ്റ് എ ക്ലിയർ ആൻസർ ഫ്രം ദം. എനിവേ ഈ റീസെന്റ് എക്സ്പീരിയൻസിന്റെ ഒക്കെ കാര്യത്തിലൊക്കെ അപ്ഡേഷൻ ഇനി വന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പ്രോസസ് വന്നോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഒരു ക്ലാരിഫൈ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടി നമുക്കൊരു വീഡിയോ ചെയ്യേണ്ടി വരും എന്തായാലും. വരും ഡെഫിനറ്റ് ആയിട്ട് വരും. അതെ, ആ റീസെന്റ് എക്സ്പീരിയൻസ് പറയുന്നത് തന്നെ അവര് അത് ചോദിക്കും. ചോദിക്കുന്ന കുറച്ച് ക്ലാരിഫിക്കേഷൻ തരും. ഫുൾ ടൈം ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് പെർ വീക്ക് ഇത്ര അവർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ അവർ പറയും. സാർ, അപ്പൊ ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ക്ലാരിഫൈ ചെയ്യണം. ഇപ്പൊ ഒരുപാട് ആൾക്കാർ CGFNS ഇപ്പം ജസ്റ്റ് മേ ബി അടുത്ത കമ്മിങ് ഡേയ്സുകളിൽ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന ആൾക്കാർ കാണും. അവർക്ക് ഇത് പ്രാവർത്തികമല്ല. 2024 ഇത് പ്രാവർത്തികമായിട്ടുള്ളത് അല്ലേ?
അതെ അതെ അത് എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു മാജിക്കൽ ഡേറ്റ് അവർ പറയും, ഇന്ന ദിവസം തൊട്ട് നമ്മള് പഴയ ഇത് നിർത്തുവാണ്, അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നവരെല്ലാം പുതിയ സ്കീമിൽ വരും എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് പറയും, ദ മാജിക് ഡേറ്റ്. അപ്പൊ ആ ഡേറ്റ് വരുന്നതിന് മുമ്പായിട്ട് ആരൊക്കെ അപ്ലൈ ചെയ്യുന്നു അവരിപ്പോ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം അതുപോലെ തന്നെ പോകുന്നതായിരിക്കും. ജോസ്, അതിനകത്ത് ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാം കേട്ടോ. ചിലപ്പോ ഇനി വരാൻ പോകുന്നത് ബൈ ദ ലുക്സ് ഓഫ് ഇറ്റ് അവർ ഒത്തിരി ഇത് ചെയ്തിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പബ്ലിക് കൺസൾട്ടേഷൻ പ്രോസസ്സിലെ ഏറ്റവും കൂടുതൽ സബ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഈ ഭാഷയാണ്. 400 സബ്മിഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് അത്രയും എന്നാ പറയുന്നത് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സാണ്. അതിനകത്ത് നിന്നാണ് ഇത് വന്നിരിക്കുന്നത്, ഈ ഔട്ട്കംസ് വന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും ഒരു എന്നാ പറയുന്ന ഒരു ഫോർ എ നഴ്സിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ്സ് എ ബെറ്റർ ഒരു ഇതിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അത്രയും കൺസൾട്ടേഷൻ ചെയ്താണ്. അറ്റ്ലീസ്റ്റ് ലെറ്റ് us trust the system. പക്ഷെ അത് എങ്ങനെ ആയിത്തീരും, അങ്ങനെ വെദർ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി നമുക്കത് അഡ്വാൻറ്റേജസ് ആണോ അല്ലയോ എന്നുള്ളത് ഓൺലി ആഫ്റ്റർ ദ ഫൈനലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തുള്ളൂ. വെദർ ദ പ്രോസസ് ഗോയിങ് ടു ഗെറ്റ് സിംപ്ലർ ഓർ ഇറ്റ്സ് ഗോയിങ് ടു ഗെറ്റ് മോർ കോംപ്ലിക്കേറ്റഡ് നമുക്ക് അറിഞ്ഞൂടാ. സോ എന്നെ പുറത്തായിരിക്കും ഇപ്പം ഇഫ് ഐ വാസ് എ നേഴ്സ്, ഞാനിപ്പോൾ എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ ഇന്നത്തെ പ്രോസസ് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഐ വിൽ റഷ് ആൻഡ് ഡു ദാറ്റ്. ഐ വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ് ക്വിക്ലി, ഗെറ്റ് ഔട്ട്, കം ഇൻ ടു ന്യൂസിലാൻഡ്, ബി എ രജിസ്റ്റർഡ് നഴ്സ്, അങ്ങനെ അങ്ങ് പോവാന്ന് ഞാൻ നോക്കത്തുള്ളൂ. അതേ സമയത്ത് ചിലപ്പോ ഇനി ആ വരുന്നത് നല്ലതാണോ നോക്കിക്കൊണ്ടിരുന്ന് അതിനകത്ത് വേറെ എന്നൊക്കെ വരും നമുക്ക് അറിഞ്ഞുകൂടാ. സോ ഫോർ മീ മൈ അഡ്വൈസ് ഇസ് ബിസിനസ് ആസ് യൂഷ്വൽ ഫോർ എവരിവൺ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്യാപ്പിന് ഇപ്പൊ നമ്മൾ ഏകദേശം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന അറ്റ് ദ മൊമെന്റ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $8,000 തൊട്ട് സ്റ്റാർട്ടിങ് ഞാൻ ഒരു എസ്റ്റിമേറ്റഡ് ഒരു ഫിഗർ പറയുന്നുള്ളൂ. $8,000 തൊട്ട് ഒരു 10,500 അല്ലെങ്കിൽ 11,000 വരെയും പല കോളേജിനെയും ബേസ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കാം. അപ്പൊ ആ ഒരു ഫീസിൽ നിന്ന് ഇപ്പൊ ഒരു പുതിയ ഒരു എഡ്യൂക്കേഷൻ മോഡൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിലും കൂടുതലായിരിക്കുമോ ഫീസ്, അതോ അതിലും കുറവായിരിക്കുമോ എന്നുള്ള അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? അവർ കുറവായിരിക്കും മെൻഷൻ ചെയ്യുന്നത്, എത്ര കുറവാണ് എന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. കറക്റ്റ് എമൗണ്ട് പറയണ്ടില്ല. ഇല്ല, അവർ പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ്സർ ദാൻ ദ കറന്റ് റേറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് ചോദിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു $10,000 കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ആ $10,000 ഈ പറഞ്ഞിരിക്കുന്ന പുതിയ ക്യാപ്പിന്റെ അല്ലാതെ വരുന്ന മോഡ്യൂളിന് അല്ല പുതിയ ആ ഒരു ഇതിനു വേണ്ടി എഡ്യൂക്കേഷന് വേണ്ടി അവര് അത് പ്രൊവൈഡ് ചെയ്യുമോ? ഉണ്ട്. അവർ പറയുന്ന അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അവർ ഇതും ഈ പുതിയ സ്കീം വഴി വന്നവരും ദേ വിൽ ബി എലിജിബിൾ എന്ന് അവർ പറയുന്നുണ്ട്. എന്റെ അണ്ടർസ്റ്റാൻഡിങ് ആ $10,000 പറഞ്ഞാൽ നിങ്ങൾക്ക് ആ $10,000 അല്ല, അവർ നിങ്ങളുടെ കയ്യിൽ പൈസ പറഞ്ഞാൽ നോബഡി വിൽ ബി പെയ്ഡ് ദ മണി. അവര് ക്യാപ്പിന്റെ പ്രൊവൈഡറിന് റീഇംബേഴ്സ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പൊ ഫീസ് കുറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഫീസ് കുറയുന്ന ഫീസ് ആയിരിക്കും അവർ പേ ചെയ്യാൻ പോകുന്നത് ഗവൺമെന്റ്. ബട്ട് യു ആർ എലിജിബിൾ. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് അത് അപ്ലൈ ചെയ്യാന്നാണ് പറയുന്നത്. പിന്നെ ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഓസ്കി എക്സാമിനേഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഓസ്കിക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടെന്ന് വല്ലതും അവർ മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, അവർ പറയുന്നില്ല. അതിനായിട്ടാണ് അവർ പറയുന്നത് ഒരു ട്രെയിനിങ്, ഒരു ഓസ്കിക്ക് ഒരു ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. സോ ഇത് എന്റെ ഒരു ജസ്റ്റ് എന്റെ ഒരു ഇമാജിനേഷൻ എന്നാ പറയുന്നത്, എന്റെ ഒരു പ്രൊജക്ഷന്, ഇമാജിനേഷനെക്കാട്ടിലും ബെറ്റർ വേർഡ് ഇസ് പ്രൊജക്ഷൻ. എന്റെ ഒരു പ്രൊജക്ഷൻ ആണ് ഇതായിരിക്കും. ചിലപ്പോ ഇപ്പൊ ഒരാള് എന്നാ പറയുന്നത്, ഒരു കാൻഡിഡേറ്റ് വരുവാണ്, ഒരു നേഴ്സ് വരുവാണ്. അപ്പം ആദ്യം പക്ഷെ ഒരു കാര്യമുണ്ട്, CGFന് ആ പ്രോസസ് എല്ലാം ചെയ്യണം കേട്ടോ. അത് അവർ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, CGFന് പ്രോസസ് എല്ലാം ചെയ്യണം. സോ the most important thing for nursing counselors, അവർ have to check and confirm that നിങ്ങൾ ഒരു nurse candidate genuine ആണ്, അവരുടെ ക്വാളിഫിക്കേഷൻ ജെന്യൂൻ ആണ്, 1 year വർക്ക് എക്സ്പീരിയൻസ് അതും ജെന്യൂൻ ആണ്, അവർ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ജെന്യൂൻ ആണ് പ്രൂവ് ചെയ്യാനായിട്ട് CGFN പ്രോസസ്. CGFN പ്രോസസ് കഴിയുമ്പോഴത്തേക്കും നഴ്സിംഗ് കൗൺസിലിൽ പോകും. നഴ്സിംഗ് കൗൺസിൽ ഓക്കെ ഫൈൻ, DL സിസ്റ്റം എല്ലാം എപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എന്നാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യാപ്പ് എന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പേരിൽ വിളിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. വെച്ചാൽ നഴ്സിംഗ് കൗൺസിലിന് എന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ നഴ്സിംഗ് കൗൺസിൽ ഡസൻ ഹാവ് ദ വെയർവിതറോൾസ് കപ്പാസിറ്റി ഇതുപോലത്തെ എക്സാം നടത്താനായിട്ട്. അവർ എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയും, നിങ്ങൾ എക്സാം നടത്തിക്കോ, അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം നടത്ത്. അപ്പൊ അവർ ഓക്കെ ഫൈൻ, അപ്പോൾ എക്സാം നടത്തി മിച്ചമുള്ള പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പൊ എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ABC ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ജോയിൻ ഇൻ ചെയ്യും.
ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ പറയും ഓക്കെ നിങ്ങൾ എക്സാം എഴുതി, പക്ഷെ അതിന് മുമ്പ് ഒരു ഫീസ് അടയ്ക്കാൻ പറയും. എന്നുവെച്ചാൽ നത്തിങ് ഇസ് ഫ്രീ, റൈറ്റ്? നത്തിങ് കോൾഡ് ഫ്രീ ലഞ്ച് ഇൻ ദിസ് വേൾഡ്. അപ്പം ഫീസ് അടയ്ക്കുക, ഫീസ് അടച്ചാൽ എക്സാം എഴുതാൻ പറയും. എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ ദർ വിൽ ബി സ്റ്റേജ് 1. ഓക്കെ, നിങ്ങൾ പാസ്സായി ന്യൂസിലൻഡ് വാ, 2 weeks or 10 days ഏതെങ്കിലും ഒരു കോച്ചിങ് ക്ലാസ് പോലെ തരും. ഒരു കോച്ചിങ് നല്ലല്ല, ഒരു ജനറൽ ഒരു ക്ലാസ് പോലെ, ഓറിയന്റേഷൻ, ദാറ്റ്സ് എ വേർഡ് ഐ വാസ് ലുക്കിംഗ് ഫോർ. ഓറിയന്റേഷൻ ക്ലാസ്. അത് കഴിഞ്ഞ ഉടനെ ഓസ്കി കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ ഇവർ ഇതെല്ലാം അവരെല്ലാം എല്ലാ റിസൾട്ട്സ് എല്ലാം കൂടെ കൂട്ടി വെച്ച് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ അയച്ചു കൊടുക്കും. അവർ then they'll give you the registration. ഇങ്ങനെ ആയിരിക്കണം എന്നുവെച്ചാൽ ലോജിക്കൽ ഓർത്ത് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് കൗൺസിൽ കനോട്ട് ഡു ദിസ്. അവർക്ക് അതിനുള്ള ഇതില്ല, ബാൻഡ് വിത്ത് ഇല്ല അവർക്ക് അത് ചെയ്യാനായിട്ട്. സോ ദേ ഡെഫിനറ്റ്ലി ഹാവ് ടു യൂസ് ദീസ് പീപ്പിൾ. ക്യാപ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യണം. അത് മാത്രമല്ല വേറെ കാര്യം കൂടെ ഓർക്കണം, ഈ ക്യാപ് പ്രൊവൈഡേഴ്സ് ആർ fully dependent on this funds which comes from ഈ ക്യാപ് സ്റ്റുഡൻസ്. അത് ഇവാപറേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അവരെല്ലാം ബിസിനസ് പോകത്തില്ലേ? ഓക്കെ, അതൊരു കറക്റ്റ് പോയിന്റ് ആണ്. കാര്യം അല്ലെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടാവും. ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വരുന്നവർക്ക്, അതർ കൺട്രീസിൽ നിന്ന് വരുന്നവർക്ക് കാര്യം എങ്ങനെയാണ്? ഓസ്ട്രേലിയക്ക് വരുന്നവർക്ക് ഓസ്ട്രേലിയ ടാസ്പെൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. സോ ഓസ്ട്രേലിയയിലുള്ള രജിസ്ട്രേഷൻ ഉള്ള ആള് ഇവിടെ വന്നിട്ട് രജിസ്റ്റർഡ് നഴ്സർ ജോലി ചെയ്യാം. ടാസ്പെൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം അവരെ അഫക്ട് ചെയ്യത്തില്ല. അവിടെ രജിസ്ട്രേഷൻ ഉള്ള ആള്. പക്ഷെ ഓസ്ട്രേലിയ പലരും ഉണ്ടല്ലോ, ഓസ്ട്രേലിയ ക്യാപ് ചെയ്യാൻ പറ്റും, ഇവിടെ ഒന്ന് ക്യാപ് ചെയ്യുന്നുണ്ട്. ഈ പാത്തിലൂടെ തന്നെ പോയേ പറ്റുള്ളൂ. അപ്പൊ ഈ അവസരത്തിൽ ഓസ്ട്രേലിയ കാര്യം പറഞ്ഞു തന്നെ ചോദിക്കുകയാണ്, നമ്മുടെ സിംഗപ്പൂർ അല്ലെങ്കിൽ UK അങ്ങനെയുള്ള കൺട്രീസിന്റെ കാര്യം എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ സാറേ? അതെ, അത് ഇപ്പൊ ഇനിഷ്യൽ സ്റ്റേജസിൽ നമ്മൾ 2024 വരയ്ക്കും UK, കാനഡ, അയർലൻഡ്, സിംഗപ്പൂർ, അവിടുന്ന് വരുന്ന US വരുന്നവരെല്ലാം നോർമലായിട്ട് വന്ന് ക്യാപ്പ് ചെയ്യാതെ രജിസ്ട്രേഷൻ എടുത്ത് ജോലിക്ക് കയറി പോവാം. പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മീറ്റ് ചെയ്യണം. അന്നേ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാം. പക്ഷെ അവര് ഇൻ ദ ലോങ് റൺ അവർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് അവരും ഈ അവിടുന്ന് വന്നാലും ദേ ഹാവ് ടു ഗോ ത്രൂ ദിസ് എഡ്യൂക്കേഷൻ മോഡ്യൂൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ. ചിലപ്പോൾ അവർക്ക് ആ എക്സാം കാണത്തില്ലായിരിക്കും, ഓസീസ് എക്സാം കാണത്തില്ല. ഇവിടെ വന്നിട്ട് എഡ്യൂക്കേഷൻ മോഡ്യൂൾ ഓസ്കിയും പാസ് ചെയ്ത് പോകേണ്ട വരുമായിരിക്കും. അഗെയിൻ ക്ലാരിറ്റി ഇല്ല. ഇത് ജസ്റ്റ് എന്റെ ഒരു ഒപ്പീനിയൻ ആണ്, എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇവരെ ഇത് വായിച്ചു ഞാൻ പറഞ്ഞില്ല, എവറിത്തിങ് ഇസ് സോ ഗ്രേ അറ്റ് ദിസ് പോയിന്റ്. നമുക്കിപ്പോ ആകെ അതിനകത്ത് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there's a skeleton. So what is a skeleton? ക്യാപ് ഇപ്പൊ ഉള്ള പോലെ ക്യാപ് ആയിരിക്കത്തില്ല. ഒരു എക്സാം നിങ്ങൾ നാട്ടിൽ നിന്ന് എഴുതണം, അത് കഴിഞ്ഞിട്ട് ഓസ്കി ഇവിടെ വന്ന് എഴുതണം. നടുക്കുള്ള ട്രെയിനിങ് ഒരു ചെറിയ ട്രെയിനിങ് ഉണ്ട്. അത് ആരാ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എവിടെയാ ചെയ്യേണ്ടത്, അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. സോ ഓൺലി 2 things are clear here. ഒരു എക്സാം ഉണ്ട് which is equivalent to the final exams. ഇവിടുത്തെ ഫൈനൽ എക്സാംസിന് ഒന്നുണ്ട്, സ്റ്റേറ്റ് എക്സാംസ് സാധനമുണ്ട്. അതിന് ഈക്വലന്റ് ഉണ്ടോ നിങ്ങൾ ഓൺലൈനിൽ ചെയ്യണം. സോ ഇറ്റ്സ് സേഫ് ടു അസ്യൂം ഓൺലൈനിൽ ചെയ്യുമ്പോൾ നിങ്ങൾ യു ക്യാൻ ബി ഓവർസീസ്. പിന്നെ ഫൈനലായിട്ട് നിങ്ങൾ ഓസ്കി ചെയ്യണം, അതിന് ന്യൂസിലൻഡ്. അതൊരു ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത് നടുക്കുള്ള പ്രോസസ് we'll wait for the clarifications. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് 12 monthsലേക്ക് എക്സ്പീരിയൻസ് കുറച്ചു. IELTS stays the same. CGFNS അതെല്ലാം all this process are still stays the same. എന്ന് വെച്ചാൽ അതിനകത്ത് വല്ല മാറ്റം ഉണ്ടെങ്കിൽ സോ അതൊരു ക്ലിയർ എടുത്ത് പറയും, ഇങ്ങനെ ചില മാറ്റങ്ങളുണ്ട്, CGFNS നമ്മള് പ്രോസസ്സിന് വേണ്ട അങ്ങനെ പറയും. അതില്ല, പറഞ്ഞിട്ടില്ല. which means that we have to assume and understand that CGFNS പ്രോസസ് ഉണ്ട് എന്നുള്ളത്. CGFNS കംപ്ലീറ്റ് ചെയ്ത നഴ്സിംഗ് കൗൺസിലും എല്ലാം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്റ്റേജിലേക്ക് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഏകദേശം ടോപ്പിക്കിന്റെ എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ മിക്കവാറും നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലൻഡ് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, നെക്സ്റ്റ് 16 months we are going to work on this. അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നെക്സ്റ്റ് 16 months ഞങ്ങൾ വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് we'll give you a clear picture എന്നാ പറഞ്ഞത്. 16 or 15 months or something like that. 15 months അല്ലേ, അതാണ് ഒരു 15 months അവർ ചെയ്യുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് ഗിവ് ഓർ ടേക്ക് ഒരു ടുവേർഡ്സ് എൻഡ് ഓഫ് ദാറ്റ് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടും. ബട്ട് there will be like lot of information coming. നമുക്കത് ഇറ്റ്സ് ലൈക്ക് എ ജിഗ്സോ പസിൽ. ഒന്നൊന്നാ കിട്ടി നമ്മളെല്ലാം ഇട്ടിട്ട് അവസാനം we get the big picture. ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യുവാണ്.
സാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉടനെ വരത്തില്ല, വരുവാണെങ്കിൽ തന്നെ ഒരു 2024 കൂടിയേ വരുവുള്ളൂ. ഇന്ന് നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലൻഡ് പറഞ്ഞിരിക്കുന്നതും ആ ഒരു കറക്റ്റ് കാര്യം തന്നെയാണ്. അതെ, അന്നോട്ടേ ഞാൻ പറയുന്നത് ചേഞ്ചസ് ആർ ഗോയിങ് ടു കം. Change is the constant. ഈ യൂണിവേഴ്സിൽ the only thing which is constant is the change. Changes will happen, change will come. Okay. But ഇത് എന്നാ, what is the change എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ചെയ്ത് പറയാൻ പറ്റില്ല, predict ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഐഡിയ ഉണ്ട്, അത് വെച്ച് നമ്മൾ സംസാരിക്കാം. The precise nitty-gritties നമുക്ക് predict ചെയ്യാൻ പറ്റില്ല. Right? Just before I forget, ഇതിനകത്ത് വേറെ ഭയങ്കര രീതിയിൽ കൂടെ ചെയ്ത അവർ പലരും പിക്കപ്പ് ചെയ്താൽ കണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഇവര് ഈ എൻറോൾ നഴ്സസിന് ഒരു പ്രോസസ് കൊണ്ടുവരാൻ പോവാണ്. എൻറോൾ നഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഇത് അറിഞ്ഞൂടാ, ഹൂ ക്യാൻ ഡു ആൻ എൻറോൾ നഴ്സ്, ആരാ എൻറോൾ നഴ്സ് ആകാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എൻറോൾ നഴ്സസിന് ഒരു പാത്വേ കൊണ്ടുവരാൻ പോവാണ്. ഇത്രയും കാലം എൻറോൾ നഴ്സസ് ഓവർസീസ് എഡ്യൂക്കേറ്റഡ് നഴ്സസിന് എൻറോൾ നഴ്സസ് പാത്വേ ഇല്ലായിരുന്നു. ഇപ്പൊ അത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. എൻറോൾ നഴ്സ് വിൽ ബി വൺ സ്റ്റെപ്പ് ബിലോ ദ രജിസ്റ്റേർഡ് നഴ്സ്. ആരൊക്കെയാ whoever can do this enroll nurse ഒന്നും അറിഞ്ഞൂടാ, but they are looking at a pathway for enroll nurses. അതിനകത്ത് what is the qualification ഒന്നും അവർ പറഞ്ഞിട്ടില്ല. So I'm not going to say anything. ജസ്റ്റ് ഒരു വേർഡിൽ അവർ ഒതുക്കി വിട്ടിരിക്കുന്ന ഒരു സെന്റൻസ് മാത്രമേ ഉള്ളൂ. എൻറോൾ നഴ്സസിന് പാത്വേ ഉണ്ട്, കൊണ്ടുവരാൻ പോവാന്ന് പറഞ്ഞു. ദിസ് മീൻ കുറെ കാലം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് വരാൻ പോവാണ്. പക്ഷെ അതിന്റെ ക്വാളിഫിക്കേഷൻ തന്നെ, വർക്ക് എക്സ്പീരിയൻസ് തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, അവർ മെൻഷൻ ചെയ്തിട്ടില്ല. വേർഡിൽ അവർ ഒതുക്കി കളഞ്ഞത്. So let us not contemplate on that. Okay, നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. Thank you George, thank you Ronia, thank you. Bye. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ? ഇപ്പോൾ ക്യാബ് കോഴ്സ് നിർത്തലാക്കുകയാണ്. ഇപ്പോഴല്ല, 2024. അപ്പം ഏർലി 2024 ക്യാബ് കോഴ്സ് നിർത്തലാക്കുന്നത്. അതുവരെ ചെയ്യുന്നവർക്ക് ഇപ്പോൾ പോകുന്ന അതേ രീതിയിൽ തന്നെ ക്യാബൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഡിസിഷൻ ലെറ്ററൊക്കെ വന്ന് ഇരിക്കുന്നവരെ വെയിറ്റ് ചെയ്യണോ അതോ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളത്. അപ്പം എന്തായാലും മാറ്റങ്ങൾ വരട്ടെ, അത് നല്ല രീതിയിലായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പുതിയ വീഡിയോയുമായിട്ട് വരാം. തീർച്ചയായിട്ടും വരും ബിക്കോസ് ഇൻഫോർമേറ്റീവ് വീഡിയോസ്, അപ്ഡേറ്റ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ബൈ.